അപ്പോൾ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിലെ എല്ലാ ചീറ്റ് കോഡ്സും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറേ കൂട്ടുകാർ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA ഈ ഒരു ഗെയിമിൻ്റെ എല്ലാ ചീറ്റ് കോഡ്സും ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ചീറ്റ് കോഡ് തന്നെ 22.0 നിങ്ങളൊക്കെ അടിച്ച് നമ്മൾ അടിപൊളി നമ്മളെ പുതിയതായിട്ട് അപ്ഡേറ്റ് വന്ന നമ്മളെ ഈ ഒരു ട്രാക്ടറും കാണാൻ കിട്ടും. പിന്നെ 20-23 അടിച്ച് കഴിഞ്ഞാൽ വേറൊരു നമ്മളെ G-Wagon കിട്ടും, അടിപൊളി G-Wagon കാണാനൊക്കെ കിട്ടും. പിന്നെ ഈ 20-15 കാണാനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വേറെ ഈ കാറിൻ്റെ പേരൊന്നും എനിക്ക് വലുതായിരുന്നു അറിഞ്ഞൂടാ. അപ്പോൾ ഈ കാറിൻ്റെയൊക്കെ പേര് അറിയാമെന്നൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, മറക്കാതെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ 2000 അടിച്ച് കഴിഞ്ഞാൽ വേറൊരു കാറങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ബെൻസ് പോലത്തെ അങ്ങനത്തെ എന്തോ കാറാണ്, ബെൻസല്ല വേറെ എന്തെങ്കിലും ഒരു കാറാണ്. അങ്ങനെയൊക്കെ കാർസും കാണാനൊക്കെ കിടക്കും. മറ്റേ 22 കാണാനൊക്കെ അടിച്ച് നമുക്ക് കളറും കാണാനൊക്കെ മാറ്റാനായിട്ട് പറ്റും. കാർസിൻ്റെ കളേഴ്സും കാണാനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അടിപൊളി ഒരു ഫീച്ചറാണ്. നമുക്ക് നേരെ ഫോണിൻ്റെ ഓപ്ഷൻസ് എല്ലാം വെച്ചെടുക്കേണ്ടത്, നേരെ നമ്മൾ ചീറ്റ് കോഡ് അടിച്ചിട്ട് വേണം നമുക്ക് കാറിൻ്റെ കളറും കാണാനൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കുറേ ചീറ്റ് കോഡ്സ് ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഇനി പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഗെയിമിൽ തന്നെ കുറച്ച് അപ്ഡേറ്റ്സ് ഇനിയും വരാൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ, ഈ ഒരു ഗെയിമിൽ ഇനി വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയുടെ അപ്ഡേറ്റഡ് വീഡിയോസ് ചെയ്യും പോലെ ഞാൻ എൻ്റെ ഈ ഒരു ഗെയിമിലെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിലെ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗെയിം ഇതുവരെയ്ക്കും കളിച്ച് നോക്കാത്ത കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ കമൻറ്റ് ബോക്സിലും ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ജസ്റ്റ് കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. എന്തായാലും അടിപൊളി ഗെയിമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നോക്കി. ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഗെയിമിൽ ഫുള്ളായിട്ട് എല്ലാ ചീറ്റ് കോഡ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണാൻ നോക്കി. ഫുള്ളെന്ന് വെച്ചാൽ മൊത്തത്തിൽ കാണാൻ, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ചീറ്റ് കോഡ്സ് ഒന്നും അറിയാൻ പറ്റില്ല. ഫുള്ളായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ കുറേ നമ്മൾ ഇന്ത്യ ബൈക്ക് 3Dയിൽ ഇല്ലാത്ത കുറേ വെഹിക്കിൾസ്, ഇഷ്ടംപോലെ കാർസും ബൈക്സും കുറേ അധികം വെഹിക്കിൾസ് പുതിയതായിട്ട് ഈ ഒരു ഗെയിമിലുണ്ട്. ഓക്കെ. ഒരു കാർ വിളിച്ചത് പറന്ന് അങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ കാർസ് ഉണ്ടോ വെച്ചാൽ ഇഷ്ടംപോലെ കാർസ് ഉണ്ട്. ഇതിന്ന് ഈ ഒരു ഗ്രാഫിക്സ് ഒന്നും അത്ര ഇല്ലെങ്കിൽ എന്തായാലും വേറെ ലെവൽ ഗെയിം തന്നെയാണ്. എന്തായാലും നിങ്ങളൊന്ന് മിസ് ചെയ്യാതെന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. ഈ ഒരു ഗെയിം അടിപൊളി ഗെയിം തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D അത്ര ലെവലിൽ വരൂലെങ്കിലും ഒരു മീഡിയം ലെവലിൽ വെച്ച് കളിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഗെയിം തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ പറഞ്ഞ അപ്ഡേറ്റ് എല്ലാം ആദ്യം വരുന്ന ഈ ഒരു ഒറ്റ ഗെയിമിലായിരിക്കും. നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTയിലായിരിക്കും നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ വരുന്ന അപ്ഡേറ്റ് എല്ലാം ആദ്യം തന്നെ വരുന്ന ഈ ഒരു ഗെയിമിലാണ്. അതുകൊണ്ട് അത്യാവശ്യം പോപ്പുലറായ ഒരു ഗെയിം തന്നെയുണ്ട്. നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D അത്ര പോപ്പുലർ അല്ലെങ്കിലും ഒരു 50-50 ചാൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു ഗെയിമിൻ്റെ പോപ്പുലർ വെച്ചിട്ട് 50-50 ചാൻസ് വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും അടിപൊളി ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം എല്ലാ കൂട്ടുകാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മറക്കാതെ തന്നെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗെയിം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അടിപൊളി കിണ്ണം കാച്ചി ഗെയിം വെച്ചാൽ കിണ്ണം കാച്ചി ഗെയിം തന്നെയാണ് ഇത്. അപ്പോൾ സൂപ്പർ ഒരു ഗെയിമാണ്. അപ്പം ഞാൻ എല്ലാ ചീറ്റ് കോഡ്സും പഠിക്കും. പിന്നെ ഇതിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മളെ ഹോസ്പിറ്റലും പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേഡിയവും കാണാനൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം കാണാനൊക്കെ നമുക്ക് ലൊക്കേഷനൊക്കെ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് ചിലപ്പോൾ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സ്റ്റേഡിയം ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലിഷ്ടംപോലെ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടരും മിസ് ചെയ്യാതെ തന്നെ അടിപൊളി ഒരു ഗെയിമാണ്. എല്ലാ കൂട്ടരും കളിച്ച് നോക്കാം. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഗെയിമിൽ ഇനി അപ്ഡേറ്റുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മളെ ഗെയിമിൽ പിന്നെ ഇതിൽ നമ്മളെ എലിഫൻറ്റ്സും പിന്നെ എലിഫൻറ്റ് പിന്നെ കുറേ ആനിമൽസ് ഉണ്ട്. ആനിമൽസൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൗണ്ടും കളൊക്കെ എടുക്കാൻ പറ്റും. റൈഡൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ ബൈക്ക് 3D റൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു ഗുണമുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൂ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ സൂവും കാളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് മൃഗങ്ങളെയൊക്കെ പിടിച്ചിടാൻ പറ്റും. എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ഫീച്ചർ ഇഷ്ടപ്പെട്ട ആ ഒരു ഗെയിമിലാണ്. ഇതിപ്പോൾ നമുക്ക് കണ്ണി കാണാൻ എല്ലാ മൃഗങ്ങളും ജസ്റ്റ് കയറി റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചർ മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂവൊന്നും ചെയ്യത്തില്ല. നമ്മൾ കയറി നിന്ന് റൈഡ് ചെയ്താൽ മാത്രമേ ഇത് മൂവ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗെയിം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D എടുക്കണം. അതിലുള്ള ആനിമൽസ് നമുക്ക് വേണമെങ്കിൽ ഒരു സൂ
ഒരു സൂ കാരൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു സൂ നമുക്ക് മറ്റേ RGS മോഡിലൊരു ഫീച്ചർ ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D അതിൽ നമുക്ക് സൂവും കാളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ആനിമൽസും കാളൊക്കെ അതിൽ എടുത്തിട്ടാനും കാളൊക്കെ പറ്റും. എന്തായാലും അതിലൊരു അടിപൊളി ഒരു ഫീച്ചർ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു ഇന്ത്യൻ ബൈക്ക് 3D കൊണ്ടുവന്നാം. ഇതെന്തായാലും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും എല്ലാ ആനിമൽസൊക്കെ ഒന്ന് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആനിമൽസുകളൊക്കെ ജസ്റ്റ് റൈഡ് ചെയ്ത് ഇതിൻ്റെ സൗണ്ടും കാളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കണമെങ്കിൽ ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GT IV എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ കളിക്കാനും കാണാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇനിയും കുറച്ച് അപ്ഡേറ്റുകൾ വരാനായിട്ട് ഇരിപ്പുണ്ട്. അപ്ഡേറ്റ് എല്ലാം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫുള്ള് ചീറ്റ് കോഡ് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ നമുക്ക് ഇന്നലെ പകുതി വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോ ലെങ്ത്ത് ചെറുതായിട്ട് കൂടും. നിങ്ങൾക്ക് ബോറും കാണാൻ അടിക്കാൻ ഈ ചീറ്റ് കോഡും കാണാനൊക്കെ എടുത്തിട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അപ്ഡേറ്റ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ ഇനിയും കുറച്ച് വെഹിക്കിൾസ് വരാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഒരു ഗെയിമുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഞാൻ കാണിച്ചുതരാം. പറ്റും ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ ഗെയിമിൽ നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ഗെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കിട്ടും. ഞാൻ പോണ സ്ട്രെയിറ്റ് റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാൽ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം കാണാൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിനൊക്കെ. അപ്പോൾ അടിപൊളി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതിനൊക്കെ. അപ്പോൾ അത് ഇവിടെയാണെങ്കിൽ നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഗെയിമിൽ ഇന്നലെ വന്നൊരു അപ്ഡേറ്റിൽ വന്നൊരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു മാപ്പ്. കേസ് ഇപ്പോൾ ഇന്നലെ നമ്മളെ ഈ ഒരു അപ്ഡേറ്റ് ഫീച്ചറിൽ വന്നൊരു സാധനമാണ് കേസ് ഈ ഒരു മാപ്പും കാണൊക്കെ. എന്തായാലും ഇന്നലെയാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ വന്നത്. നമ്മൾ ഗെയിമിൽ മാപ്പ് കാണൊക്കെ ആഡ് ആയത് ഇന്നലെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ മാപ്പ് വരുമെന്ന് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ഇതുവരെയും നമ്മളെ ഗെയിമിലോട്ട് മാപ്പ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GT തന്നെ ഈ ഗെയിമിൽ മാപ്പ് ഫയലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലായിടും ട്രാവലിംഗ് കാണൊക്കെ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഒരു മാപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.